അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർകളെ, എൻ്റെ സുഹൃത്തും എം പിയുമായ ശ്രീ തോമസ് ചാഴികാടൻ, എൻ്റെ മന്ത്രിയും ചെറുപ്പകാലത്ത് എൻ്റെ നേതാവും എൻ്റെ അഭ്യുദയകാംക്ഷിയും ആയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ, ശ്രീ ജോ മൈക്കൽ MLA, നാടിൻ്റെ പെങ്ങളൂട്ടി എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, റവറൻഡ് ഫാദർ ബെന്നി മുണ്ടനാട്ട്, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, റവറൻഡ് ഡോക്ടർ ജോർജ് കുടിലിൽ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോട്ടയത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെയാണ്. ദീപികയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സ്വന്തം മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത് പോലെയാണ്. ഇവിടെ ഇന്ന് അവാർഡ് സ്വീകരിച്ച എല്ലാവരെയും ഹാർദമായി ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഈ സാധാരണക്കാരായ എന്നെപ്പോലുള്ളവർ ഗവർണറാകുമ്പോൾ ചിലരൊക്കെ വിളിക്കാറുണ്ട് എക്സലൻസി. ഈ അവാർഡ് ജേതാക്കളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരാണ് എക്സലൻസ് കൊണ്ട് അവാർഡ് നേടിയവരാണ്. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. അവാർഡും അങ്ങനെ തന്നെയാണ്. മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. അതെന്തുകൊണ്ടാണ് ഇവരെ അവാർഡിന് തിരഞ്ഞെടുത്തത്? ഏബ്രഹാം ലിങ്കൺ പറഞ്ഞു, വിത്ത് ഹിം ഐ കനോട്ട് ഫെയിൽ, വിതൗട്ട് ഹിം ഐ കനോട്ട് സക്സീഡ്. ദൈവത്തോടൊപ്പം എനിക്ക് പരാജയമില്ല, ദൈവമില്ലാതെ എനിക്ക് വിജയമില്ല എന്ന്. ഇവിടെയുള്ളവരൊക്കെ അവാർഡിന് അർഹരായെങ്കിൽ അവരുടെ കഴിവും കഠിനാധ്വാനവും മാത്രമല്ല, അവരുടെ ഉള്ളിൽ ദൈവമുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവർ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടതും അവിടെ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിഞ്ഞത്. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാവട്ടെ, പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വേദിയിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇരുന്നവരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്, ശ്രീ വാസവൻ, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഹീ ഈസ് വെരി മെറ്റിക്കുലസ്. ഏത് കാര്യവും വളരെ ആഴത്തിൽ പഠിച്ച് ഇരുവശവും ചിന്തിച്ച് ചെയ്യുന്നൊരു വ്യക്തി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അതുപോലെ പാർട്ടിഭേദമില്ലാതെ മന്ത്രിയായിക്കഴിഞ്ഞാൽ പാർട്ടിഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു. ഇതൊക്കെ ഒരു നല്ല പാഠം തന്നെയാണ് ഈ നവാഗതനായ ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ടോമി, അദ്ദേഹവും ഞാനും തമ്മിൽ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള അടുപ്പമുണ്ട്. ടോമി ഒരു ബാങ്കറായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയമായിരുന്നു, രാഷ്ട്രീയം എനിക്ക് ചേർന്ന ഫീൽഡാണോ? പക്ഷേ ഇന്ന് നമുക്കൊക്കെ അറിയാം, രാഷ്ട്രീയത്തിൽ മാന്യമായ മുഖം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വന്നത്. പിന്നെ തിരുവഞ്ചൂർ അദ്ദേഹം എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അന്ന് എനിക്ക് രാഷ്ട്രീയമില്ലായിരുന്നു, ഇന്നും രാഷ്ട്രീയമില്ല എന്നാണ് സങ്കല്പം. അദ്ദേഹം മന്ത്രിയായപ്പോൾ അന്നേരമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഫോറസ്റ്റ് വകുപ്പിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഞാനിപ്പോൾ നന്ദിപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ, ഒരു ഗവർണർ എന്ന നിലയിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ മഹാഭാരതത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ ഒരു രംഗമുണ്ട്. ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് രുക്മിണി, സത്യഭാമ, ജാമ്പവതി, അങ്ങനെ പല പല പ്രണയിനികളുണ്ട്, ഭാര്യമാരുണ്ട് എന്നറിയാം. ഒരിക്കൽ നാരദനൊരു പാരിജാത പൂവ് കൃഷ്ണന് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് ഇത് കൊടുക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണൻ ഇത് തൊട്ടടുത്ത് നിന്ന് രുക്മിണിയെ ഏൽപ്പിച്ചു. നാരദൻ നേരെ ചെന്ന് ഒരു മാധ്യമ പരിപാടി ചെയ്തു. സത്യഭാമയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പാരിജാതപ്പൂ? ഏത് പാരിജാതപ്പൂ? അല്ല, ഞാൻ കൃഷ്ണനൊരു പാരിജാതപ്പൂ കൊടുത്തല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയ്ക്കാണല്ലോ അത് കൊടുക്കുക. കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയില്ല. രുക്മിണിയുടെ കയ്യിലല്ലേ? തുടങ്ങിയവിടെ നേരെ സത്യഭാമ ചെന്നു.
എനിക്കിപ്പോൾ അറിയണം, പാരിജാത ചെടി എനിക്കിപ്പോൾ കൊണ്ടുതരണം. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും? അത് പാലാഴി മത്സരം നടന്ന സമയത്ത് കിട്ടിയൊരു അത്ഭുത ചെടിയാണ്. അത് ദേവേന്ദ്രൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുകയാണ്. അതെങ്ങനെ പിഴുതെടുക്കാൻ പറ്റും? എനിക്കിപ്പോൾ അറിയണം, രണ്ടിലൊന്നും അറിയണം, കിട്ടിയേ പറ്റൂ. കൃഷ്ണൻ പോയി പാരിജാത പൂവിന് പകരം പാരിജാത ചെടി തന്നെ പറിച്ചു കൊണ്ടുവന്നു. തിരിച്ച് നാട്ടിലെത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നില്ല. ഗരുഡൻ പറഞ്ഞു, തൽക്കാലം ഞാൻ തന്നെ ഇതവിടെ കൊണ്ട് എത്തിക്കാം. ഇടയ്ക്ക് ഇന്ദ്രൻ ഇടപെട്ടു, യുദ്ധമായി. അങ്ങനെ യുദ്ധം ചെയ്ത് പാരിജാത ചെടിയുമായി വന്നപ്പോൾ ഒരു പ്രശ്നം, ഇതെവിടെ നടും? സത്യഭാമയുടെ തോട്ടത്തിൽ നട്ടാൽ രുക്മിണിക്കെതിരാവും, രുക്മിണിയുടെ തോട്ടത്തിൽ നട്ടാൽ സത്യഭാമ പിണങ്ങും. അവിടെയാണ് കൃഷ്ണൻ എന്തു ചെയ്തു? നട്ടത് വേരും തടിയും സത്യഭാമയുടെ പറമ്പിൽ, ശിഖരങ്ങൾ രുക്മിണിയുടെ പറമ്പിൽ. ഇങ്ങനെ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നെ പഠിപ്പിച്ചു തന്നത് തിരുവഞ്ചൂരാണ്. അദ്ദേഹം ഏത് പ്രശ്നം കൈകാര്യം ചെയ്താൽ ആർക്കും പ്രശ്നമില്ല. അത് ആ സത്യഭാമയുടെ പാരിജാതമാണ് ഒരു പരിധിവരെയെങ്കിലും എളിയ തോതിൽ ഗവർണറായി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുകയാണ്. ആ ശൈലി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏതായാലും ഇവരുടെയൊക്കെ അടുത്തേക്ക് ഒരു പുതിയ പദവിയൊക്കെ ആയിട്ട് വരാൻ ദൈവം വിട്ടത് ദീപിക എനിക്ക് തന്ന അനുഗ്രഹം കൊണ്ടാണ്. കാരണം ദീപിക ബാലചന്ദ്രൻ്റെ സഖ്യത്തിലൂടെ ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. എന്നെ കൈപിടിച്ചുയർത്താൻ അച്ഛന്മാർ, വിശേഷം കൊച്ചേട്ടൻ, അന്ന് മാഞ്ഞസച്ചനായിരുന്നു, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സഭാകമ്പം കൂടാതെ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ആ ദീപിക ബാലസഖ്യത്തിലൂടെ കിട്ടിയ അറിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ പരിശീലനമാണ് എന്ന് നന്ദിപൂർവ്വം ഞാൻ പറയുകയാണ്. പത്രധർമ്മം എന്താണ് എന്ന് ദീപിക പഠിപ്പിക്കേണ്ടതില്ല. എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ കഴിയും, ഈ ദീപികയുടെ മേൽ എനിക്കൊരു ഒരു 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 എന്താ പറയുന്ന ഒരു അവകാശമുണ്ട്. അങ്ങനെ ഊറ്റം കൊള്ളാനുള്ള കാരണം, അതായത് ഈ വേദിയിലിരിക്കുന്ന ആർക്കും അത് പറ്റുകയില്ല, അച്ഛന്മാർക്കും പറ്റുകയില്ല. ഞാൻ മാന്നാനംകാരനാണ്. ദീപിക തുടങ്ങിയ മാന്നാനത്ത, നസ്രാണി ദീപിക തുടങ്ങിയത് മാന്നാനത്ത. ചാവറ കുര്യാക്കോസ് അച്ഛനാണ് ആദ്യത്തെ സഭയുടെ പ്രസ് അവിടെ കൊണ്ടുവന്നത്. ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാനൊരു മുത്തശ്ശിയിൽ നിന്ന് കേട്ടറിഞ്ഞ ചില കാര്യങ്ങളാണ്. മുത്തശ്ശി ആരിൽ നിന്ന് കേട്ടു? മുത്തശ്ശനിൽ നിന്ന് കേട്ടു. മുത്തശ്ശൻ ആരിൽ നിന്ന് കേട്ടു? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനിൽ നിന്ന് കേട്ടു. കാരണം അന്ന് ഈച്ചരച്ചാർ എന്ന് പറയുന്ന ചിറ്റേഴത്തെ കാരണവരായിരുന്നു ചാവറ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവിടെ കേട്ട ചില കാര്യങ്ങളാണ്. ഒരു പ്രസ് വേണം എന്ന് ചാവറയച്ചന് തോന്നി. സെറംപൂരിൽ മാത്രമേ അന്ന് വ്യാപകമായ രീതിയിൽ പ്രസ്സുള്ളൂ. ഇവിടെ CMS പ്രസ് ഉണ്ടായിരുന്നു, സർക്കാരിൻ്റെ പ്രസ്സുണ്ട്. സർക്കാരിൻ്റെ പ്രസ്സിൽ ചെന്നിട്ട് എന്താണ് പ്രസ് ഒന്ന് കണ്ടുപിടിക്കാം എന്ന് നോക്കിയപ്പോൾ സമ്മതിക്കുന്നില്ല, ആരും സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അച്ഛൻ നാട്ടിലെ ഒരു കൊല്ലനെയും കൂട്ടി ഈ പ്രസ് എന്താണെന്ന് മനസ്സിലാക്കി അച്ഛൻ തന്നെ അതിൻ്റെ മോഡലുണ്ടാക്കി. ആ മോഡൽ ഉണ്ടാക്കിയപ്പോൾ ഈ തുളയിടുന്നത് അടഞ്ഞു പോകാതിരിക്കാൻ വാഴപ്പിണ്ടി അതിൽ കയറ്റി വയ്ക്കും. നാട്ടിലെല്ലാം വന്നു അച്ഛൻ വാഴപ്പിണ്ടി കൊണ്ട് പ്രസ് ഉണ്ടാക്കിയെന്ന്. ആ പ്രസ്സിന് ആദ്യമേ കൊടുത്ത ചാവറ അച്ഛൻ്റെ വാഴപ്പിണ്ടി പ്രസ് എന്നാണ്. ഏതെങ്കിലും പ്രസ് ഉണ്ടാക്കി, ഇൻഡിജിനസ് പ്രസ്. പക്ഷേ ഇതിൻ്റെ EM വേണം, പേപ്പർ വേണം, സാമഗ്രികൾ വേണം. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടും? ഇതൊക്കെ യൂറോപ്പിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ എങ്ങനെയൊക്കെയോ 10 രൂപ സംഘടിപ്പിച്ച് ഒരു കച്ചവടക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 100 രൂപയുടെ ആവശ്യ സാമഗ്രികളൊക്കെ ഈ പ്രസ്സിന് വേണ്ടത് വിദേശത്ത് നിന്ന് വരുത്തി തരണം. അപ്പോൾ അവിടെ ഒരു ലോഡ് വരണം, ഒരു ലോട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണം എന്നൊരു 400 രൂപ വേണം. ഈ 400 രൂപ കൊണ്ട് കൊടുത്തു, കച്ചവടക്കാരൻ കൊടുത്തു, സാധനം വന്നു. അച്ഛൻ്റെ കയ്യിൽ 400 രൂപയില്ല. ആകെ 100 രൂപ തന്നെ കഷ്ടി ഉണ്ടാക്കാൻ പറ്റും. എന്തു ചെയ്യാം? അപ്പോഴാണ് അച്ഛനോട് സുഹൃത്തായ ഈശ്വരച്ചാര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ചിട്ടി പിടിച്ചാലോ. അന്ന് ഈ പണം പിരിക്കുന്ന ജോലിയൊന്നും അച്ഛനില്ല, വല്ലവരും കൊടുക്കുന്നതൊക്കെ കൊണ്ടാണ് പള്ളി പണിത്. അല്ലാതെ അച്ഛന് റൂമിൽ നിന്നൊന്നും പണം കിട്ടിയിട്ടല്ല പള്ളി പണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിട്ടി പിടിക്കാം, പക്ഷെ എങ്ങനെ പിടിക്കും? ജാമ്യം നിൽക്കും. ആദ്യത്തെ ചിട്ടി പിടിച്ച ആരുടെ പേരിലാണെന്നറിയോ? അറിയണം. ആ ചിട്ടി പിടിച്ചത് ഔസേപ്പിതാവിൻ്റെ പേരില്ല. ജാമ്യം നിന്നത് തോമാച്ചൻ എന്നൊരു ധനികനാണ്. അങ്ങനെ 400 രൂപ കൊടുത്തിട്ട് ഈ സാധന സാമഗ്രികളെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അച്ചടി സാധ്യമായി മാറിയത്. പിന്നെ വർത്തമാനപത്രം തുടങ്ങി. നസ്രാണി ദീപികയായിരുന്നു, പിന്നീട് ദീപികയായി. ഞാൻ മുത്തശ്ശേരിൽ നിന്ന് കേട്ട ഒരു കാര്യം, അന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹം ദീപികയിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം പേരിലല്ല, തൂലികാനാമത്തിലാണ്.
അതൊക്കെ വളർന്ന് നസ്രാണി ദീപികയായി ഇന്നിവിടെ എല്ലാവരും പറഞ്ഞ പോലെ കർഷകരുടെ കാര്യമായാലും കൊള്ളാം, സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രമായി ദീപിക വളരാൻ കഴിഞ്ഞു. ഞങ്ങൾക്കൊക്കെ അതിൽ നന്ദിയുണ്ട്, അഭിമാനമുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, പത്രപ്രവർത്തന രംഗത്തെ ഡോയൻ എന്ന് വിശേഷിപ്പിക്കുന്ന പോലീസ് പറഞ്ഞു, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. ഇന്നും അത് ശരിയാണ്. അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. തോമസ് ജെഫേഴ്സൺ അദ്ദേഹം പറഞ്ഞു, ഇഫ് ദ ചോയ്സ് ഈസ് ബിറ്റ്വീൻ എ ഗവൺമെൻറ് വിതൗട്ട് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് വിതൗട്ട് ഗവൺമെൻറ്, ഐ വിൽ ചൂസ് ഫോർ ന്യൂസ് പേപ്പേഴ്സ് വിതൗട്ട് ഗവൺമെൻറ്. അത്രത്തോളമാണ് പത്രസ്വാതന്ത്ര്യത്തിന്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം. ജനാധിപത്യ നിലനിൽപ്പിന് മാധ്യമ സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആരും അനുകൂലിക്കുന്നതല്ല. മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിച്ചേ പറ്റൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, ഒരു രാഷ്ട്രീയ നേതാവ്, ഞാൻ ആരാന്ന് പറയുന്നില്ല, അദ്ദേഹത്തെക്കുറിച്ച് കുറേ തുടർച്ചയായി ദീപിക ചില വാർത്തകളൊക്കെ ഇട്ടു. അദ്ദേഹത്തിന് വലിയ ക്ഷീണം ചെയ്തു. അദ്ദേഹം നേരെ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട കുറേ മസിൽമെനുമൊക്കെ ആയിട്ട് നേരെ അച്ഛൻ്റെ ഓഫീസിലേക്ക്, എഡിറ്ററുടെ ഓഫീസിലേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെയാണ്, വൈദ്യനൊക്കെ നേരെ, പക്ഷേ എന്നെക്കുറിച്ച് ഈ നുണ എഴുതുന്നത് അച്ഛൻ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ പാഠം പഠിപ്പിക്കും. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഇനി മുതൽ നിങ്ങളെക്കുറിച്ച് നുണയൊന്നും എഴുതുന്നില്ല, നേര് മാത്രമേ എഴുതുന്നുള്ളൂ. അയ്യോ ദേവി അത് ചതിക്കരുതേ എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ധൈര്യമായി സത്യം പിടിച്ചു പറയുകയും ചെയ്യുന്ന ആ ഒരു പാരമ്പര്യമാണ് ദീപികയ്ക്ക് അന്തസ്സും ആഭിജാത്യവും സ്വീകാര്യതയും നൽകിയത് എന്നിവിടെ മന്ത്രിയും ഇവിടെ പ്രസംഗിച്ച നേതാക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ അഭിമാനം തോന്നുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യം അത് ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും സമാധാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നു എന്നതാണ് ദീപിക ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് തന്ന സമയം അതിക്രമിച്ചോ എന്നും അറിയില്ല. എന്നാലും കോട്ടയംകാരെ കാണുമ്പോൾ വർത്തമാനം പറഞ്ഞു പോകും. ഒരു കാര്യം ഞാൻ സന്തോഷപൂർവ്വം പറയുന്നു. ഇതിനു മുൻപ് നടന്ന ഒരു ചടങ്ങിൽ BCM കോളേജിൽ വെച്ച് അന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ ഏത് കാര്യം ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ അത് വെസ്റ്റ് ബംഗാൾ ഗവർണറുമായിട്ട് അത് അവതരിപ്പിക്കാം. അതിനൊരു പ്രത്യേക പോർട്ടൽ തുടങ്ങി, കോട്ടയം എന്നാണ് പോർട്ടലിൻ്റെ പേര്. ആ കോട്ടയം പോർട്ടലിൽ ഇന്ന് 350ഓളം അപേക്ഷകളും പരാതികളൊക്കെ വിളിച്ചു. ആ 350ലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് പലരും വെസ്റ്റ് ബംഗാളിൽ പോലും പെട്ടെന്ന് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് കോട്ടയം പോർട്ടലിൽ ഇടണം എന്നുള്ള ഒരു പറച്ചിൽ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കോട്ടയം പോർട്ടൽ 1000ാമത്തെ അപേക്ഷ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജ് മുഴുവൻ ദയവ് ചെയ്ത് കോട്ടയത്തെ പ്രതിനിധീകരിച്ച് രാജ്ഭവനിലേക്ക് ഞങ്ങൾ അതിഥികളായി വരണമെന്നും ആ ചടങ്ങ് വിജയിപ്പിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. എനിക്ക് കോട്ടയംകാർ കൂടെ വേണം. ഞാനൊരു ബാലൻ അശക്തൻ എന്നാകിലും മാനിയാമനോട് താതനെ ഓർക്കും എന്ന് പറഞ്ഞ അഭിമന്യുവിനെ പോലെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാനൊരു ബാലൻ അശക്തൻ എന്നാകിലും മാനിയാമനോട് കോട്ടയത്തെ ഓർക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മാഭിമാനമുണ്ടല്ലോ, ആത്മവിശ്വാസം, അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഈ കോട്ടയം എന്നുള്ള സങ്കല്പം, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകം വായിച്ചാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ അറിവൊക്കെ നേടാൻ കഴിഞ്ഞത്. കോട്ടയം കൊണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കോട്ടയത്തേക്ക് നിന്ന് തിരിച്ചു വരും. സീതാദേവി ഭൂമിയിൽ നിന്ന് വന്നു ഭൂമിയിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ കോട്ടയത്ത് നിന്ന് പോയി കോട്ടയത്തേക്ക് തന്നെ മടങ്ങി വരും. കോട്ടയംകാരനെ സ്വീകരിക്കും എന്നെനിക്ക് അറിയാം. ആ ഒരു വിശ്വാസം മാത്രമാണ്. നിൻ്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കുമെന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഈ വിശ്വാസമാണ് എന്നെ പൊറുപ്പിക്കുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് പറ്റിയ ഒരു അമളി അത് നമ്മുടെ മന്ത്രിയും തിരുവഞ്ചൂർ സാറും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ടോമിക്കറിയാം. ഒരിക്കൽ ഞാൻ പണ്ടൊക്കെ പറഞ്ഞതാണ്. ഞാൻ കൊല്ലത്ത് കളക്ടറായിരുന്നു. ആ സമയത്ത് അവിടെ ഇൻ്റർഫെയ്ത്ത് കോൺഫറൻസ്, നമ്മുടെ ചിക്കാഗോയിലെ വേൾഡ് കോൺഫറൻസ് ഓഫ് റിലീജിയനൊക്കെ പോലെ നടക്കുകയാണ്. നമ്മുടെ ചാവറ സെൻറ്റർ പോലെ ഏതോ ഒരു സെൻറ്ററാണ് അതിന് മുൻകൈ എടുത്തത്. ഇന്നിപ്പോൾ റോബി അച്ഛൻ്റെ നേതൃത്വത്തിൽ ചാവറ സെൻറ്റർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അതുപോലെ അന്നും ഉണ്ടായിരുന്നു. അവിടെ ലോകത്തിലെ വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാരും അതുപോലെ ശാസ്ത്രജ്ഞന്മാരും സ്പിരിച്വൽ ലീഡേഴ്സ്, ആധ്യാത്മിക നേതാക്കന്മാരും ഒക്കെ വന്ന് പ്രസംഗിക്കുകയാണ്. ധാരാളം ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അന്ന്
വരേണ്ടിയിരുന്നത് ചിന്മയാനന്ദ സ്വാമിയാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗം കേൾക്കാൻ ധാരാളം ആളുകൾ വരാറുണ്ട്, നമുക്കറിയാം. ഞാനും അത് കേൾക്കാൻ പോയി. സ്ഥലത്തെ കളക്ടറല്ലേ, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ബഹുമാനിച്ചിടാം. അവിടെ ഒരു അനൗൺസ്മെൻറ്റ്, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ചിന്മയാനന്ദ സ്വാമിയുടെ ഫ്ലൈറ്റ് വൈകിയിരിക്കുന്നു, വിമാനം വൈകിയിരിക്കുന്നു 1 മണിക്കൂർ. അടുത്ത അനൗൺസ്മെൻറ്റ്, ആ സമയത്ത് നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദ് ബോസ് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ വരണ്ടു പോയി, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പറയും. ഞാൻ ചോദിച്ചു, എന്ത് വിഷയം എന്താണെന്നറിയോ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആൻഡ് എസൻസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അനൗൺസ് ചെയ്തു പോയില്ലേ. ഞാൻ കയറി 15 മിനിറ്റ് ഡയലക്റ്റിക്കൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും എന്നായിരുന്നു. 15 മിനിറ്റ് ഞാൻ സംസാരിച്ചു. എങ്ങനെയോ 15 മിനിറ്റ് ആയപ്പോൾ എനിക്കൊരു ചിറ്റ് കിട്ടി. എനിക്ക് സന്തോഷമായി. കാരണം പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ചിറ്റ് കിട്ടിയാൽ എൻ്റെ അർത്ഥം നിർത്തണം, ചുരുക്കണം, പ്ലീസ് വൈൻഡ് അപ്പ്. എന്താ എഴുതിയതെന്നറിയോ? സ്വാമിയുടെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേഡായി 1.5 മണിക്കൂർ പ്രസംഗിച്ചോളെ. അങ്ങനെ ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും കൂടി 1.5 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു. ഇനി രംഗം 2. ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഈ നിർമ്മിതി കേന്ദ്രത്തിന് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡൊക്കെ കിട്ടി. എനിക്കല്ല, നിർമ്മിതി കേന്ദ്രത്തിന് കിട്ടി. അതിൻ്റെ ചുമതലക്കാരൻ എന്നുള്ളതൊക്കെ ഞാൻ മേടിക്കാൻ പോയെന്നേ ഉള്ളൂ. പക്ഷേ യുവനിൽ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു. ഒരു മാന്നാനംകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് യുവനിലൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതി, സന്തോഷിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ന്യൂയോർക്കിലെ ഹോട്ടലിൽ വന്നിരിക്കുമ്പം പാതിരായിക്ക് എനിക്കൊരു ടെലിഫോൺ. അന്ന് ഈ മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോണാണ്, ലോങ് ഡിസ്റ്റൻസ് കോൾ. അപ്പോൾ അങ്ങേ തലയ്ക്കുന്ന ഒരു പ്രായമായ സ്ത്രീ പറയുന്നു, ഡോക്ടർ ആനന്ദ് ബോസ് അല്ലേ? അതെ മാഡം, എനിക്ക് ഡോക്ടറുടെ സഹായം വേണം. എന്താ മാഡം, പറയൂ. ഡോക്ടറെ, എനിക്ക് 2-3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനൊത്ത് ഒരു പക്ഷേ എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ ഉള്ളതുകൊണ്ട് ഞാൻ മെഡിക്കൽ ഡോക്ടറാണ് തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല. അല്ല, എനിക്കറിയാം, ഞാൻ അന്ന് സാർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫാത്തിമ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, പ്രൊഫസർ സ്റ്റെല്ല. ഓ ശരി. അപ്പം ഞാൻ എന്താ സഹായിക്കണ്ടേ മാഡം? അതെ, ഒട്ടും ഉറക്കം വരുന്നില്ല, 2-3 ദിവസമായി ഒട്ടും ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, മാഡം ഈ ഹൈപ്പർ ടെൻഷനുണ്ടോ? പ്രഷർ? ഉണ്ട്. ആ, ഉറക്ക ഗുളിക കഴിക്കുന്ന ശീലം? ഉണ്ട്. എന്നാൽ ഒരു പക്ഷേ ഇന്നിലേക്ക് ഉറക്ക ഗുളിക കഴിക്കാൻ മറന്നുപോയി കാണാം, അതായിരിക്കും. അല്ലല്ല, ഞാൻ ഫീനോ ബാർബിറ്റോണൊക്കെ കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മാഡം? അപ്പോൾ എന്നോട് പറയാം, ഡോക്ടർ ബോസ് ഇവിടെ കളക്ടറായിരുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനത്തിൽ പ്രസംഗില്ലേ? ആ പ്രസംഗം ഒന്നുകൂടെ പറയാവാതെ എനിക്ക് നല്ലപോലെ ഒന്ന് ഉറങ്ങണമെന്ന്. അത് പറയിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. നമസ്കാരം.